ഹലോ എവരി വൺ, വെൽക്കം ടു യുവർ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫായിസ് അഹമ്മദ് ഫായിസിൻ്റെ എ പ്രിസൺ ഈവനിംഗ് എന്ന് പറഞ്ഞ പോയമാണ്. ആദ്യം തന്നെ നമുക്ക് ഓഥറിനെ കുറിച്ച് നോക്കാം. ഫായിസ് അഹമ്മദ് ഫായിസ്. ഫായിസ് അഹമ്മദ് ഫായിസ് വാസ് എ സെലിബ്രേറ്റഡ് പാകിസ്ഥാനി പോയറ്റ്. അദ്ദേഹം ഒരു പാകിസ്ഥാനി പോയറ്റാണ്. ദോ ഹി റോട്ട് പ്രൈമർലി ഇൻ ഉറുദു, ഹിസ് വർക്ക്സ് വെയർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെനി ലാംഗ്വേജസ് ഇൻക്ലൂഡിംഗ് ഇംഗ്ലീഷ് ആൻഡ് റഷ്യൻ. അദ്ദേഹം പ്രധാനമായിട്ടും ഉറുദു ഭാഷയിലാണ് എഴുതുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ വർക്കുകളെല്ലാം മറ്റു പല ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ഇംഗ്ലീഷ് ആൻഡ് റഷ്യൻ. ഹിസ് പോയട്രി കളക്ഷൻസ് ടൈറ്റിൽഡ് ദസ്ത് എ സഭ ആൻഡ് സിന്ദാൻ നമ ഫോക്കസ് ഓൺ ഹിസ് ലൈഫ് ഇൻ പ്രിസൺ. നമ്മുടെ പോയറ്റ് ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ഒരു ലൈഫിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പോയട്രി കളക്ഷൻസ് ആണ് ദസ്ത് എ സഭയും സിന്ദാൻ നമായും. The poem A Prison Evening and A Prison Dawn are companion poems by ഫായിസ് അഹമ്മദ് ഫായിസ്. അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ പോയംസ് ആണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്ന എ പ്രിസൺ ഈവനിങ്ങും എ പ്രിസൺ ഡോണും. The poem A Prison Evening is an emotional representation of his life in prison and his longing to be with his beloved. അദ്ദേഹം നമ്മുടെ പോയറ്റ് പ്രിസണിലകപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ പ്രിസണിലായ സമയത്ത് തൻ്റെ ലവറുമായിട്ട് സെപ്പറേറ്റഡ് ആയിപ്പോയി. അപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ കാണിക്കുന്നത്. The poem contains evocative and sensual images of the night and expresses the sweetness of a prison evening. അതായത് അദ്ദേഹത്തിൻ്റെ ലവറിനെ കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം നൽകുകയാണ്, അല്ലെങ്കിൽ ഒരു ആശ്വാസം നൽകുകയാണ് ആ പ്രിസണിൽ. സാധാരണ പ്രിസൺ എന്ന് പറയുന്ന ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. പക്ഷേ ഇവിടെ ലവറിനെ കുറിച്ചുള്ള ഓർമ്മകൾ കാരണം പോയിറ്റിന് പ്രിസണിലുള്ള ആ ഒരു അന്തരീക്ഷത്തെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പല വ്യത്യസ്ത തരത്തിലുള്ള ഇമേജറീസ് ഉപയോഗിച്ചാണ് അദ്ദേഹം അത് ഈ ഒരു പോയത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ ലൈൻ ബൈ ലൈൻ സമ്മറി നോക്കാം. ഈച്ച് സ്റ്റാർ എ റങ്, night comes down the spiral staircase of the evening. Each star a rung, night comes down the spiral staircase of the evening. എൻ്റെ സമ്മറി നോക്കാം. In the beginning lines, the poet describes the night spent in the prison. അദ്ദേഹം പ്രിസണിലായിരുന്ന സമയത്ത് ആ ഒരു രാത്രിയിലെ കാര്യങ്ങളാണ് ഫസ്റ്റ് പറയുന്നത്. He says that just like a spiral staircase, the night along with the stars comes down. അതായത് ഇദ്ദേഹം ഒരു ഇമേജറിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രാത്രിയാവാൻ പോകുന്ന ഒരു സമയമാണ്, പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, രാത്രിയാകാനായിട്ട് പോകുന്ന ഒരു സമയമാണ്. അന്നേരം എന്താണ് അദ്ദേഹത്തിന് തോന്നുന്നത്? ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. ആ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്സാണ് ഓരോ സ്റ്റാർസും. ആ സ്റ്റെപ്പിലൂടെയാണ് നൈറ്റ് എർത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. രാത്രിയാവാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് തോന്നുന്നത്? ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. ആ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്സാണ് ഓരോ സ്റ്റാർസും. ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയാണ് നമ്മുടെ നൈറ്റ് സ്കൈയിൽ നിന്നും എർത്തിലേക്ക് വരുന്നത്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡോൺ, അല്ലേ? അതൊരു രാത്രിയാവാനായിട്ട് പോകുന്ന സമയമാണ്. Here, stars are compared to the steps of staircase by which night is coming down from the sky to the earth. ഇവിടെ ഒരു കമ്പാരിസൺ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തിനാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? സ്റ്റാർസിനെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്സ് ആയിട്ടാണ് സ്റ്റാർസിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ആ സ്റ്റെപ്സിലൂടെയാണ് നൈറ്റ് ഭൂമിയിലേക്ക് വരുന്നത്. The breeze passes by so very close as if someone just happened to speak of love. അടുത്തായിട്ട് അദ്ദേഹത്തിന് എന്താണ് തോന്നുന്നത്? ഹി ക്യാൻ ഫീൽ ദ ബ്രീസ് ബ്ലോയിങ് ആൻഡ് ബ്രിങ്സ് വിത്ത് ഇറ്റ് എ റൊമാൻറ്റിക് ഫീലിംഗ് ആസ് ഇറ്റ് സീംസ് ടു ഹിം ദാറ്റ് സമ്മൺ ഹാസ് വിസ്പേർഡ് എ വേർഡ് ഓഫ് ലവ്. അദ്ദേഹം ഇങ്ങനെ ഇതൊക്കെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്രീസ് എന്ന് പറഞ്ഞാൽ ഇളം കാറ്റ്, ഒരു ചെറിയ കാറ്റ് ഇദ്ദേഹത്തെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് തോന്നുന്നത്? ആ കാറ്റ് ഇദ്ദേഹത്തിനോട് എന്തോ ഒരു സ്നേഹത്തിനെക്കുറിച്ചുള്ള വാക്ക് ഇദ്ദേഹത്തോട് പറഞ്ഞ പോലെ തോന്നുകയാണ്. മേ ബി അദ്ദേഹത്തിൻ്റെ ലേഡി ലവിൻ്റെ വോയിസ് ആയിട്ടാണ് അദ്ദേഹത്തിന് ആ കാറ്റ് തന്നെ തട്ടി തടഞ്ഞു പോയപ്പം തോന്നുന്നത്. ഇവിടെ പേഴ്സോണിഫിക്കേഷനാണ് വരുന്നത്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ
ജീവനില്ലാത്ത ഒരു വസ്തുവിന് ജീവനുള്ള വസ്തുവിൻ്റെ ഫീച്ചേഴ്സ് കൊടുക്കുന്നതാണ്. ഇവിടെ ബ്രീസ് എന്ന് പറയുന്നത് ജീവനില്ലാത്ത ഒന്നാണ്. ഈ വോയിസ് എന്ന് പറയുന്നത് നമ്മൾ ജീവനുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോഴെന്താണ് ബ്രീസ് എന്തോ ഒരു വോയിസ് ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ കേൾപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പേഴ്സോണിഫിക്കേഷനാണ് വരുന്നത്. ഒരു കാറ്റ് ഇങ്ങനെ അദ്ദേഹത്തെ തഴുകി പോകുന്നു. ആ കാറ്റ് ഇദ്ദേഹത്തിനോട് എന്തോ ഒരു വേർഡ് ഓഫ് ലവ് ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ വിസ്പർ ചെയ്തതായിട്ട് ഇദ്ദേഹത്തിന് തോന്നുകയാണ്. In the courtyard, the trees are absorbed refugees, embroidering maps of return on the sky. പിന്നീട് അദ്ദേഹത്തിന് എന്താണ് തോന്നുന്നത്? മോസ്റ്റ് ഓഫ് ദ പ്രിസണേഴ്സ് ആർ അവേ ഫ്രം ദർ നേറ്റീവ് ലാൻഡ്. ആ പ്രിസണിലുള്ള മോസ്റ്റ് ഓഫ് ദ പ്രിസണേഴ്സ് എന്നാണ് മറ്റു പല ദേശത്തു നിന്നും ഉള്ളവരാണ്. ദ ട്രീസ് ആർ കമ്പയർഡ് ടു അബ്സോർബ്ഡ് റെഫ്യൂജീസ് വിച്ച് മേ മീൻ റെഫ്യൂജീസ് അബ്സോർബ്ഡ് ഇൻ ദ തോട്ട്സ് ഓഫ് റിട്ടേണിംഗ് ടു ദർ നേറ്റീവ് ലാൻഡ്സ്. അദ്ദേഹത്തിന് പിന്നീട് തോന്നുന്നതാണ് ട്രീസിനെ കുറിച്ചാണ്. ട്രീസിനെ എന്തായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്? അബ്സോർബ്ഡ് റെഫ്യൂജീസ് ആയിട്ടാണ് തോന്നുന്നത്. റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഭയാർത്ഥികൾ, സ്വന്തം നാട് വിട്ട് മറ്റ് പല സ്ഥലങ്ങളിൽ പോയി ജീവിക്കേണ്ടി വരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ആളുകൾ, അവരാണ് റെഫ്യൂജീസ് എന്ന് പറയുന്നത്. ഇവിടെ പോയിട്ട് ട്രീസിനെ കമ്പയർ ചെയ്യുകയാണ്. ആരുമായിട്ട്? റെഫ്യൂജീസായിട്ട് ട്രീസിനെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവർ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മാപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ ട്രീസിനെ റെഫ്യൂജീസായിട്ട് കമ്പയർ ചെയ്യുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുകയാണെന്നാണ് പറയുന്നത്? അവർ തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് പോകാനായിട്ടുള്ള മാപ്പ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. The trees make an embroidery work on the sky, tracing the ways they plan to go home. എംബ്രോയിഡറി വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇവർ നാട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് തയ്യാറാക്കുന്ന ഒരു മാപ്പ്. അതിനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഫുൾ ഇമേജറീസ് ആണ് മുഴുവനായിട്ട്. On the roof, the moon lovingly, generously is turning the stars into a dust of sheen. The roof of the prison is touched by the loving, generous light of the moon. രാത്രിയായി, അന്നേരം എന്താണ്? മൂൺ ഒക്കെ വന്നു ആകാശത്ത്. ആ ഒരു മൂൺ ലൈറ്റ് എന്താണ്? ആ പ്രിസണിൽ മുഴുവൻ ഇങ്ങനെ ആ ഒരു പ്രകാശം ഇങ്ങനെ ചൊരിയുകയാണ്. ഡ്യൂ ടു ദി ഗ്രേഷ്യസ് മൂൺ ലൈറ്റ് ദ സ്റ്റാർസ് സീംസ് ടു എ ഡസ്റ്റ് ഓഫ് ഷീൻ. ആ ഒരു മൂൺ ലൈറ്റിൽ സ്റ്റാർസിനെ എന്തായിട്ടാണ് തോന്നുന്നത്? നല്ല തിളക്കമുള്ള പൊടികൾ പോലെ. ഡസ്റ്റ് ഓഫ് ഷീൻ എന്ന് പറഞ്ഞാൽ തിളക്കമുള്ള പൊടികൾ പോലെ ഇദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പം നല്ല മനോഹരമായിട്ടുള്ള ഒരു രാത്രി സമയത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. മൂൺ ലൈറ്റ് പ്രിസണിന് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. ആ ഒരു പ്രകാശത്തിൽ സ്റ്റാർസ് എല്ലാം എന്താണ്? തിളങ്ങുന്ന പൊടികളായിട്ടാണ് ഇദ്ദേഹത്തിന് തോന്നുന്നത്. ഫ്രം എവറി കോർണർ ഡാർക്ക് ഗ്രീൻ ഷാഡോസ് ripples come towards me. At any moment they may break over me like the waves of pain each time I remember this separation from my lover. ഇവിടെ എന്താണ് പറയുന്നത്? The blue color of the sky resonates with the light of the moon and the stars. മുഴുവൻ എന്താ? വളരെ ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു നൈറ്റാണത്. ഇവിടെ പറയുന്നു ഡാർക്ക് ഗ്രീൻ ഷാഡോസ് എന്ന് പറയുന്നു. ഡാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ രാത്രി സമയമാണ്. ഗ്രീൻ എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു മരങ്ങളെയാണ്. ഡാർക്ക് ഗ്രീൻ ഷാഡോസ് എന്ന് പറഞ്ഞാൽ മരങ്ങളുടെ നിഴലുകൾ. ഫ്രം എവറി കോർണർ ഔട്ട്സൈഡ് ദ പ്രിസൺ ഡാർക്ക് ഗ്രീൻ ഷാഡോസ് ലൈക്ക് റിപ്പിൾസ് കംസ് ടുവേർഡ്സ് ദ പ്രിസണർ. അദ്ദേഹത്തിന് തോന്നുകയാണ് ആ മുറ്റത്ത് നിൽക്കുന്ന ആ ഒരു മരങ്ങളുടെ നിഴലുകൾ എന്നാണ് വലിയ തിരമാലകൾ അല്ലെങ്കിൽ വലിയ ഓളങ്ങൾ പോലെ ഇദ്ദേഹത്തിൻ്റെ നേരെ വരികയാണ്. അങ്ങനെ അദ്ദേഹത്തിന് തോന്നുകയാണ്. ഹി ഫീൽസ് ദാറ്റ് ദീസ് റിപ്പിൾസ് ആൻഡ് ഷാഡോസ് വിൽ ഫോൾ അപ്പോൺ ഹിം അറ്റ് എനി മൊമെൻറ്റ്. ഏത് നിമിഷവും എന്താണ്? ആ റിപ്പിൾസും ആ ഒരു നിഴലുകളുമെല്ലാം ഇദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് വന്ന് പതിക്കും എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. ലൈക്ക് ദി വേവ്സ് ഓഫ് പെയിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ തോട്ട്സ് ഓഫ് സെപ്പറേഷൻ ഫ്രം ഹിസ് ലവർ. അതെങ്ങനെയാണെന്നാണ് അദ്ദേഹത്തിന് തോന്നുന്നത്? അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് എപ്പോഴാണ്? തൻ്റെ ലവറിനെ പിരിഞ്ഞ ആ ഒരു ചിന്തകൾ ഓർക്കുമ്പോഴാണ്. തൻ്റെ ലവറിനെ പിരിഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എന്താണ്? ഒരു തിരമാല പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേദന കടന്നു വരാറുണ്ട്. അതുപോലെയാണ് എന്ത്? മുറ്റത്ത് നിൽക്കുന്ന മരങ്ങളുടെ നിഴലുകൾ ഇദ്ദേഹത്തിൻ്റെ മേലെ തിരമാല പോലെ, അല്ലെങ്കിൽ ആ മരത്തിൻ്റെ നിഴലുകൾ ഇദ്ദേഹത്തിൻ്റെ മേലെ തിരമാല പോലെ വരുന്നതെന്നാണ് ഇദ്ദേഹത്തിന് തോന്നുന്നത്. This thought keeps consoling me.
Though tyrants may command that lamps be smashed in rooms where lovers are destined to meet, they cannot snuff out the moon, so today nor tomorrow no tyranny will succeed. No poison or torture make me bitter. If just one evening in prison can be so strangely sweet, if just one moment anywhere on this earth. എന്താണ് പോയിട്ട് പറയുന്നത്? The thoughts about his lover consoles him. അദ്ദേഹത്തിൻ്റെ ലവറിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ആശ്വാസമുള്ളത്. ദിസ് തോട്ട് കീപ്സ് കൺസോളിങ് മീ എന്ന് പറഞ്ഞാൽ പോയിറ്റിൻ്റെ ലവറിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് അദ്ദേഹത്തിന് ആ ഒരു അന്തരീക്ഷത്തിൽ കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്നത്. പിന്നെ പറയുകയാണ്, ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്വേച്ഛാധിപത്യ ഭരണം നടക്കുന്ന ഒരു സമയമാണ്. അപ്പം അതിനെക്കുറിച്ചാണ് ഇനി പോയിറ്റ് പറയുന്നത്. സ്വേച്ഛാധിപതികൾ എന്താണ് ചെയ്യുന്നത്? എപ്പോഴും ബാക്കിയുള്ളവരെ അടിച്ചമർത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. ഒരു തരത്തിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാതെ അവരുടെ സന്തോഷങ്ങളെല്ലാം കെടുത്തി അവരെ അടിച്ചമർത്താനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇദ്ദേഹം പറയുവാണ്, ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ലവറും തമ്മിൽ ഒരു റൂമിൽ കണ്ടുമുട്ടാനായിട്ട് തീരുമാനിക്കുന്നു. ഈ ടിറൻസിന് അവിടെ എന്താണ് ചെയ്യാൻ സാധിക്കുക? അവർക്ക് ഇവർ കാണാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ മുറിയിലെ ലൈറ്റിനെ തല്ലിക്കെടുത്തി ഇവരുടെ ആ ഒരു മീറ്റിങ്ങിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അവർക്ക് റൂമിലെ ലൈറ്റിനെ മാത്രമേ തല്ലിക്കെടുത്താൻ പറ്റത്തുള്ളൂ. ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രൻ്റെ പ്രകാശമുണ്ട്. ആ ചന്ദ്രൻ്റെ പ്രകാശത്തിൻ്റെ കീഴിൽ ഈ ലവേഴ്സിന് തമ്മിൽ കണ്ടുമുട്ടാം. ആ ഒരു പ്രകാശത്തെ എന്താണ് നശിപ്പിച്ച് കളയാനായിട്ട് ഒരു ടിറൻസിനും സാധിക്കില്ല എന്നാണ് പോയിറ്റ് പറയുന്നത്. ഈ പോയിറ്റിൻ്റെ ലവറും എന്താണ് ഒരു റൂമിൽ കണ്ടുമുട്ടാനായിട്ട് തീരുമാനിക്കുന്നു. പക്ഷെ എന്താണ് തീരുമാനിക്കുന്നൊന്നുമില്ല. അദ്ദേഹം ഈ ഒരു ആ ടിറൻസിൻ്റെ ആ ഒരു സ്വേച്ഛാധിപത്യത്തെക്കുറിച്ച് പറയാനായിട്ട് ഈ ഒരു വരി ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ലവേഴ്സിന് തമ്മിൽ കാണാനായിട്ടുള്ള മുറിയിലെ ലൈറ്റിനെ തല്ലിക്കെടുത്താനായിട്ടും ടിറൻസിന് പറ്റും. പക്ഷെ ഒരിക്കലും എന്താണ് മൂൺ ലൈറ്റിനെ നശിപ്പിക്കാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ മൂൺ ലൈറ്റിൻ്റെ കീഴിൽ എന്താണ് ഈ ലവേഴ്സിന് തമ്മിൽ മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദ ഹാർഷ് ലൈഫ് ഓഫ് പ്രിസൺ കനോട്ട് മേക്ക് ഹിം മെൻ്റലി വീക്ക്. ആ ഒരു പ്രിസണിലെ ഹാർഷ് ലൈഫ് അദ്ദേഹത്തെ ഒരിക്കലും മാനസികമായിട്ട് തളർത്തിയില്ല. ഹി ഈസ് കോൺഫിഡൻറ്റ് ദാറ്റ് എനി കൈൻഡ് ഓഫ് ടിറണി വിൽ ഹാവ് ആൻ എൻഡ്. അദ്ദേഹത്തിനൊരു പ്രതീക്ഷയുണ്ട്. എന്താണ്? എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എന്നെങ്കിലുമൊക്കെ എന്താണ് ഈ ടിറണിക്ക് ഒരു അവസാനമുണ്ട്. ഒരു ഒരു യാതനകളും പീഡനങ്ങളും അല്ലേ എന്നും ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും അതിനൊരു അവസാനം ഉണ്ടായിരിക്കും. ദ പ്രിസൺ ഈവനിങ് ഈസ് സ്വീറ്റ് വെൻ ഹി തിങ്സ് അബൌട്ട് ദ റിയൂണിയൻ വിത്ത് ഹിസ് ലവർ. അദ്ദേഹം എന്താണ് ആ ഒരു പ്രിസൺ ഈവനിങ് മോർ സ്വീറ്റ് ആവുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിൻ്റെ ലവറുമായിട്ടുള്ള ആ ഒരു റിയൂണിയനെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഇതാണ് മൊത്തത്തിൽ പോയത്തിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇനി ആണ് പോയത്തിൻ്റെ അനാലിസിസ്. The poem A Prison Evening contains evocative and sensual images of the night and expresses the sweetness of a prison evening. നമ്മുടെ പ്രിസൺ ഈവനിങ് എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൽ ഒരുപാട് ഇമേജസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു നൈറ്റിനെയാണ് അവിടെ വർണ്ണിച്ച് വെച്ചിരിക്കുന്നത്. അതിലൂടെ എന്താണ് കാണിക്കുന്നത്? ആ ഒരു നൈറ്റിനെ വളരെ മനോഹരമായിട്ട് വർണ്ണിച്ച് ആ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിനെ മോർ ബ്യൂട്ടിഫുൾ ആക്കുകയാണ് ചെയ്യുന്നത്. The speaker reflects on the loneliness and solitude experienced in the prison, emphasizing the emotional impact of imprisonment. ആ ഒരു ഇംപ്രിസൺമെൻറ്റിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ആ ഒരു മാനസികാവസ്ഥ, ആ ഒരു ലോൺലിനെസ്സും സോളിറ്റ്യൂഡും കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എന്താണ് അതിനെ ആ ഒരു പ്രിസൺ ലൈഫിനെ അല്ലെങ്കിൽ ആ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള പ്ലേസിനെ വളരെ മനോഹരമാക്കി തീർക്കുകയും ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് എ പോയം അബൌട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഹോപ്പ്. ദർ ആർ ലോട്ട്സ് ഓഫ് ഇമേജസ് ഇൻ ദ പോയം. ഈ പോയത്തിൽ ഒരുപാട് ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി കളക്റ്റഡ് ഫ്രം നേച്ചർ. അതിൽ കൂടുതലും എന്താണ് നേച്ചറിൽ നിന്നും തന്നെ എടുത്തിരിക്കുന്ന ഇമേജസ് ആണ്. ഓൾ ഒബ്ജക്ട്സ് ഓഫ് നേച്ചർ ഓഫർ കൺസലേഷൻ ടു ദ ലവർ ഹൂ ഈസ് ഇൻ പ്രിസൺ. പ്രിസണിലായിരിക്കുന്ന ആ ഒരു ലവറിന് എന്താണ് നേച്ചർ ആണ് ഒരു സന്തോഷം നൽകുന്നത്. നേച്ചറിലെ ഓരോ കാഴ്ചകളുമാണ് അദ്ദേഹത്തിന് എന്താണ് ഒരു മനസ്സിനൊരു സന്തോഷം നൽകുന്നത്. ദ ഈവനിങ് ഈസ് എ സ്പൈറൽ സ്റ്റെയർ കേസ് ആൻഡ് ദ സ്റ്റാർസ് ആർ ഇറ്റ് സ്റ്റെപ്സ്. ഈവനിങ് എന്ന് പറയുന്ന ഒരു സ്പൈറൽ സ്റ്റെയർ കേസ് ആണ്, അതിൻ്റെ സ്റ്റെപ്സ് ആണ് സ്റ്റാർസ്.
ഇൻ വിച്ച് നൈറ്റ് കംസ് ഡൗൺ. ആ ഒരു സ്റ്റെപ്സിലൂടെയാണ് നൈറ്റ് ഭൂമിയിലേക്ക് വരുന്നത്. ദ ബ്രീസ് ബ്രിങ്സ് ദ വോയിസ് ഓഫ് ദ ലേഡി ലവ്. അദ്ദേഹത്തിൻ്റെ ലേഡി ലവിൻ്റെ വോയിസാണ് ഒരു കാറ്റ് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ കൊണ്ട് കൊടുത്തത്. ലൈക്ക് റെഫ്യൂജീസ് ദ ട്രീസ് ആർ മേക്കിംഗ് എ മാപ്പ് ടു റിട്ടേൺ ഹോം. റെഫ്യൂജീസിനെ പോലെ മരങ്ങൾ എന്ത് ചെയ്യുകയാണ്? അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള മാപ്പ് തയ്യാറാക്കുകയാണ്. ദ ഡാർക്ക് ഗ്രീൻ ഷാഡോസ് റിപ്പിൾസ് ആൻഡ് വേവ്സ് ആർ ഓൾസോ ബ്യൂട്ടിഫുൾ ഇമേജസ്. ഇതൊക്കെയാണ് ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിനായിട്ടുള്ള ഇമേജസ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇമേജ് യൂസ്ഡ് ഇൻ ദ പോയം ഇസ് മൂൺ. നമ്മുടെ പോയത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമേജാണ് മൂൺ. ദ മൂൺ ഷൈൻസ് ഓവർ ദ പ്രിസൺ ഗിവിംഗ് ദ സ്പീക്കർ എ മെസ്സേജ് ദാറ്റ് നോ പവർ ഓൺ എർത്ത് ക്യാൻ ഡിസ്ട്രോയ് അവർ ഹോപ്പ് കംപ്ലീറ്റ്ലി. മൂൺ എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്യുന്നത് ഹോപ്പിനെയാണ്. ഒരു പ്രതീക്ഷയാണ് അവിടെ മൂണ് നമുക്ക് തരുന്നത്. എന്താണ് പറയുന്നത്? ലോകത്തിലുള്ള എന്ത് ശക്തിക്കും ഏതൊരു ശക്തിക്കും എന്താണ് നമ്മുടെ പ്രതീക്ഷകളെ മുഴുവനായിട്ടും തകർക്കാൻ പറ്റില്ല എന്നാണ് ആ ഒരു മൂൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൺ ഡേ ദ പ്രിസണർ വിൽ ബി റിലീസ്ഡ് ആൻഡ് ഹി ക്യാൻ ജോയിൻ വിത്ത് ഹിസ് ലേഡി ലവ്. ഒരു ദിവസം എന്തായാലും എന്താണ് ഈ പോയറ്റ് പ്രിസണിൽ നിന്നും റിലീസ് ആവുകയും തൻ്റെ ലേഡി ലവുമായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്യും. ദെയർ വിൽ ബി ഫ്രീഡം ദാറ്റ് ദ മൂൺ ലൈറ്റ് പ്രോമിസസ്. അല്ലേ, ആ മൂൺ ലൈറ്റ് എന്താണ് പ്രോമിസ് ചെയ്യുന്നത്? ഒരു ഫ്രീഡം ആണ് നമ്മുടെ പോയിറ്റിന് പ്രോമിസ് ചെയ്യുന്നത്. ദ ബ്യൂട്ടിഫുൾ സൈറ്റ് ഓഫ് ദ മൂൺ ക്യാൻസൽഡ് ഓൾ ദ ഗ്ലൂം ഓഫ് ദ പ്രിസൺ ബൈ പോറിങ് ഇറ്റ്സ് ലൈറ്റ് ഓൺ ദ പ്രിസൺ റൂഫ്. ആ ഒരു മൂൺ ലൈറ്റാണ് എന്താണ് ആ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള പ്രിസണിൻ്റെ എല്ലാ വേദനകളെയും മാറ്റുന്നത്. അപ്പം മൂണ് ഇവിടെ ഹോപ്പിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ഈ പ്രധാനപ്പെട്ട തീംസ് നോക്കുകയാണെങ്കിൽ ഫ്രീഡം, ലോഞ്ചിങ്, റെസിലിയൻസ്, അതുപോലെ പെയിൻഫുൾ എക്സ്പീരിയൻസ് ഓഫ് ടിറണി ആൻഡ് ഇംപ്രിസൺമെൻറ്റ്, അതൊക്കെ ഹോപ്പ്, ലവ്, ഇതൊക്കെ മെയിൻ തീംസായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നോക്കുകയാണെങ്കിൽ സിമിലി ഉണ്ട്. കാരണം സ്റ്റാർസ് ആർ കമ്പയർഡ് ടു ദി സ്റ്റെപ്സ് ഓഫ് സ്റ്റെയർ കേസ്. അതുപോലെ തന്നെ സ്റ്റാർസിനെ ഡസ്റ്റ് ഓഫ് ഷീൻ ആയിട്ടും കമ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ പേഴ്സോണിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ബ്രീസ് വിച്ച് ബ്രിങ്സ് എ റൊമാൻറ്റിക് വോയിസ്. അതുപോലെ ട്രീസ് ആർ കമ്പയർഡ് ടു റെഫ്യൂജീസ്. ഇതൊക്കെ പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിളാണ്. ഈ ഒരു പോയം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.